ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാജ്യത്ത് മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 53ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേരളത്തിൽ നെല്ല് സംഭരണത്തിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി GR അനിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ആശംസകൾ കൈമാറി. ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാരുമായും പ്രതിനിധികളുമായും ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്. രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എന്നിവരുമായും 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹസീന കൂടിക്കാഴ്ച നടത്തി. ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ലോക നേതാക്കളിൽ ഷെയ്ഖ് ഹസീനയും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് കൂടിക്കാഴ്ച ശേഷം ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സമീപ വർഷങ്ങളിൽ പുതിയ ഉയരങ്ങളിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. വ്യാപാരം, വാണിജ്യം, സുരക്ഷ, ഊർജ്ജം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 53ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ ചേരും. പുതിയ സർക്കാർ രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് GST കൌൺസിൽ യോഗം ചേരുന്നത്. അതിനിടെ പൊതു ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി ഇന്നലെ ന്യൂഡൽഹിയിലെ കർഷക സംഘടനകളുടെയും കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെയും പ്രതിനിധികളുമായി കൂടിയാലോചന നടത്തി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ പ്രതിനിധികളുമായും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുമായും ശ്രീമതി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. 53ാമത് GST കൌൺസിൽ യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. വായ്പാ പരിധി ഉയർത്തുന്നതുൾപ്പെടെ കേരളത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. മത്സര പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് 10 വർഷം തടവും 1 കോടി രൂപ വരെ പിഴയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 പൊതുപരീക്ഷകൾ അധാർമിക പ്രവൃത്തി തടയൽ ബിൽ ലോക്സഭ ഫെബ്രുവരി 6-നും രാജ്യസഭ ഫെബ്രുവരി 9-നും പാസാക്കിയിരുന്നു. ഫെബ്രുവരി 12-ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ബില്ലിന് അംഗീകാരം നൽകി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയവ നടത്തുന്ന പരീക്ഷകളിൽ ക്രമക്കേട് തടയുന്നത് ലക്ഷ്യമിട്ടാണ് നിയമം നടപ്പിലാക്കുന്നത്. വഞ്ചനയ്ക്ക് 3 മുതൽ 5 വർഷം വരെ തടവും സംഘടിതമായുള്ള വഞ്ചനയ്ക്ക് 5 മുതൽ 10 വർഷം വരെ തടവുമാണ് ശിക്ഷ. CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഈ മാസം 25 മുതൽ 27 വരെ പരീക്ഷ നടത്താനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പുതിയ പരീക്ഷാ തീയതി പിന്നീട് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 011-4090-011-6922-7700 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു. ജൂലൈ 1-ന് മധ്യപ്രദേശിലെ 55 ജില്ലകളിൽ പ്രൈം മിനിസ്റ്റർ കോളേജ് ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പദ്ധതി. വ്യോമയാനം, കൃഷി, നിർമ്മിത ബുദ്ധി എന്നീ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾ കണക്കിലെടുത്ത് വിദ്യാഭ്യാസ രംഗത്ത് മതിയായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പദ്ധതിയുടെ മികച്ച നടത്തിപ്പിനായി തിരഞ്ഞെടുത്ത കോളേജുകളിൽ അധിക തസ്തികകൾക്കും കൂടുതൽ ബജറ്റിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. മൻ കി ബാത്തിന്റെ 111-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലോ നമോ മൊബൈൽ ആപ്പിലോ 1800117800 എന്ന നമ്പറിലോ ഈ മാസം 28 വരെ അറിയിക്കാം. അസമിലെ പ്രശസ്ത അംബുബാജി മേളയ്ക്ക് ഇന്ന് കാമാക്ഷി ക്ഷേത്രത്തിൽ തുടക്കമാകും. ലക്ഷക്കണക്കിന് ഭക്തരാണ് മേളയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. ഉത്സവ കാലയളവിൽ അടച്ചിടുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന കവാടങ്ങൾ ഈ മാസം 25-ന് രാത്രി 9:08 തുറക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരത്തെ വർക്കല ക്ലിഫ് സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കനത്ത മഴയിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായ വർക്കല ക്ലിഫ്, പാപനാശം പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമി ജോർജ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കേന്ദ്ര സഹമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. രാവിലെ നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 9 വിക്കറ്റിന് വിജയിച്ചു. യൂറോ കപ്പ് ഫുട്ബോളിൽ വൈകിട്ട് 6:30-ന് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ടീമായ ചെക്കിയ ജോർജിയയുമായി ഏറ്റുമുട്ടും. പോർച്ചുഗൽ തുർക്കി മത്സരം രാത്രി 9:30-ന് നടക്കും. രാവിലെ നടന്ന നെതർലാൻഡ് ഫ്രാൻസ് മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 53ആയി. നിലവിൽ 140-ലേറെ പേർ ചികിത്സയിലാണ്. അതിനിടെ വിഷമദ്യ ദുരന്തം അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. സംഭവത്തിൽ BJP ഇന്ന് തമിഴ്നാട്ടിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. തുവരപ്പരിപ്പ്, കടല എന്നിവയുടെ സംഭരണത്തിന് പരിധി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പൂഴ്ത്തിവയ്പ് തടയുക, അന്യായ ഊഹക്കച്ചവടം തടയുക, ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് സാധനം ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പുറത്തിറക്കി. മൊത്ത കച്ചവടക്കാർക്ക് 200 മെട്രിക് ടൺ സംഭരിക്കാം. ചില്ലറ വ്യാപാരികൾക്ക് 5 മെട്രിക് ടണ്ണും സംഭരിക്കാം. സെപ്റ്റംബർ 30 വരെയാണ് ഉത്തരവിന് പ്രാബല്യമുണ്ടാവുക. കേരളത്തിൽ നെല്ല് സംഭരണത്തിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരുമെന്ന് മന്ത്രി GR അനിൽ. സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബയോമെട്രിക് സംവിധാനം ആലോചനയിലുണ്ട്. സപ്ലൈകോ ലാഭത്തിലാണെന്നും ചെറിയ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സപ്ലൈകോയുടെ 50-ാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം 27-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രീ GR അനിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മാനന്തവാടിയിൽ നിന്നുള്ള MLA ആണ് OR കേളു. നിയുക്ത MP കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് OR കേളു മന്ത്രിയാകുന്നത്. വയനാട്ടിൽ നിന്നുള്ള 4ാമത്തെ മന്ത്രിയാണ് ശ്രീ OR കേളു. മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നും SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതത് പ്രദേശങ്ങളിൽ തന്നെ തുടർ പഠനത്തിന് പരമാവധി സൌകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാജ്യത്ത് മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 53ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേരളത്തിൽ നെല്ല് സംഭരണത്തിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി GR അനിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.